ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാ കൂട്ടുകാർക്കും അയാൻസ് വേൾഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് കൊച്ചു കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമാവുന്ന ഒരു ഐറ്റമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അതും വളരെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്നതും ഒത്തിരി ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ടാതെ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ നമുക്കത് എന്താണെന്ന് നോക്കാം. ഈ കാണുന്നതാണ് ഐറ്റം ബ്രെഡ് പിസ്സ. ബ്രെഡ് വെച്ചിട്ട് നമുക്ക് വളരെ എളുപ്പം റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഐറ്റമാണ്. ഈ നോമ്പ് സമയത്തൊക്കെ വളരെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ സേവ് ചെയ്ത് വെച്ചോളൂ, എല്ലാവർക്കും ഉപകാരപ്പെടും. എല്ലാവരും മസ്റ്റായിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ നമുക്കിതിലേക്ക് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് വേണ്ടതെന്ന് നോക്കാം. ഇതിലേക്ക് ഞാൻ വെജിറ്റബിൾസ് ആയിട്ട് തക്കാളിയും സവാളയും മാത്രമേ എടുത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും എടുക്കാം. ക്യാബേജ് എടുക്കാം, ക്യാപ്സിക്കം എടുക്കാം, ക്യാരറ്റ് എടുക്കാം, അങ്ങനെ ഏത് വേണമെങ്കിലും ഇതിലേക്ക് ആഡ് ചെയ്യാം. പിന്നെ ബ്രെഡ്, അതുപോലെ തന്നെ ചീസ്. അടുത്തത് ടൊമാറ്റോ സോസാണ്. പിസ്സ സോസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ മെയിനായിട്ട് അടുത്തൊരു ഇൻഗ്രീഡിയൻ്റ് ഉണ്ട്, അതാണ് ചിക്കൻ ഫ്രൈ ആയിട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതുപോലെ ചെറിയ പീസസ് ആക്കി ഫ്രൈ ചെയ്തതാണ്. ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേകം കാണിക്കേണ്ടതില്ലല്ലോ, അതുകൊണ്ടാണ് വീഡിയോ ലെങ്തി ആവാതിരിക്കാൻ വേണ്ടിയിട്ട് കാണിക്കാതിരുന്നത്. അപ്പോൾ സാധാ എങ്ങനെയാണോ ചിക്കൻ ഫ്രൈ ചെയ്യുന്നത് അതുപോലെ തന്നെ ചെയ്തെടുത്താൽ മതി. പിന്നെ സവാള ഇതുപോലെ സ്ക്വയറായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. തക്കാളി റൗണ്ട് ഷേപ്പിനാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇൻഗ്രീഡിയൻസ് എല്ലാം പരിചയപ്പെട്ടല്ലോ. അടുത്ത പ്രൊസീജിയറിലേക്ക് കിടക്കാം. ഇനി നമുക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ആദ്യമേ ഒരു പാൻ എടുക്കാം. ഇപ്പോൾ സ്റ്റൗ ഓഫാണ്, സ്റ്റൗ ഓൺ ആക്കിയിട്ടില്ല. ആദ്യം പാനിലെല്ലാം സെറ്റ് ചെയ്തതിന് ശേഷം മാത്രം സ്റ്റൗ ഓൺ ആക്കിയാൽ മതി. ഞാനൊരു 4 ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഇതുപോലെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾ ഏത് പാനിലാണോ ചെയ്തെടുക്കാൻ ഉദ്ദേശിക്കുന്നത് ആ പാൻ തന്നെ എടുക്കണം. എന്നിട്ട് ഇതുപോലെ അങ്ങ് ചെയ്താൽ മതി. ഇനി അതിലേക്ക് ആദ്യം ടൊമാറ്റോ സോസ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. 4 ബ്രെഡാണല്ലോ ഇവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു 4 ബ്രെഡിലും സോസ് ഫുള്ളായിട്ട് ഒന്ന് ഇതുപോലെ സ്പ്രെഡ് ചെയ്തെടുക്കണം. അപ്പോൾ അതെല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ഇതിലേക്ക് ആദ്യം ഇടാൻ പോകുന്നത് സവാളയാണ്. സവാള ഇതുപോലെ എല്ലാ സൈഡിലും ഒറ്റങ്ങ് ഇട്ട് കൊടുക്കാം. അതിനുശേഷം അതേസമയം നിങ്ങൾ ക്യാപ്സിക്കം, ക്യാബേജ്, ക്യാരറ്റ് ഇതൊക്കെ എടുക്കുന്നുണ്ടെങ്കിൽ ഈ സവാളയുടെ കൂട്ടത്തിൽ ഇതേപോലെ അങ്ങ് ഇട്ട് കൊടുത്താൽ മതി. അതിനുശേഷമേ തക്കാളി വെക്കാവൂ. തക്കാളി അതിൻ്റെയൊക്കെ മുകളിലാണ് വെക്കുന്നത്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണം. എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻ കറക്റ്റായിട്ട് നിങ്ങളിൽ എത്തുകയുള്ളൂ. പിന്നെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ തക്കാളിയും എല്ലാം ഇതുപോലെ മുകളിലേക്ക് നിരത്തി വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. നമുക്ക് വളരെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കല്ലേ. ഇനി തക്കാളിയും വെച്ച് കൊടുത്ത ശേഷം അതിൻ്റെ മുകളിലേക്ക് ചിക്കൻ ഫ്രൈ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. ചിക്കൻ ഫ്രൈ എല്ലായിടത്തും ഇതുപോലെ അങ്ങ് വെച്ച് കൊടുക്കണം. പിന്നെ അതും കൂടി കഴിഞ്ഞാൽ ചീസ്, ആ ഒരു പണിയും കൂടി കഴിഞ്ഞാൽ പിന്നെ ഒരു 5 മിനിറ്റ് മതി ഇതൊന്ന് സെറ്റാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ വളരെ കുറഞ്ഞ ടൈം മാത്രം മതി. ഇനി ചീസും നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ചേർക്കാവുന്നതാണ്. ഞാനിവിടെ മിൽക്കി മിസ്റ്റിൻ്റെ ചീസാണ് എടുത്തിട്ടുള്ളത്. ഏറ്റവും നല്ലത് മൊസറല്ല ചീസാണ് പിസ്സയൊക്കെ ഉണ്ടാക്കുമ്പോൾ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ അതുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. ഏതായാലും കുഴപ്പമില്ല, നല്ല ടേസ്റ്റാണ്. അപ്പോൾ കൂടുതൽ വേണമെങ്കിൽ അങ്ങനെ ചേർക്കാം. ഞാൻ പിന്നെ ഒത്തിരി കൂടുതലൊന്നും എടുത്തിട്ടില്ല, കുറച്ചിട്ടേ എടുത്തിട്ടുള്ളൂ. ഇതിൽ കൂടുതൽ ചേർത്താൽ ആ ഒരു ഫ്ലേവർ ഇഷ്ടമില്ലാത്തവർക്ക് പെട്ടെന്ന് അങ്ങോട്ട് ഇഷ്ടമാവണമെന്നില്ല. അപ്പോൾ അതനുസരിച്ച് എടുക്കാവുന്നതാണ്. അപ്പോൾ ഇതുപോലെ വെജിറ്റബിൾസും ചിക്കനും ചീസും എല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതുവരെയും ഗ്യാസ് ഓണാക്കിയിട്ടില്ല, അത് മറന്നു പോകരുത്. ഇതെല്ലാം സെറ്റ് ചെയ്ത ശേഷം മാത്രമേ ഗ്യാസ് ഓണാക്കാവൂ. ഗ്യാസ് ഓണാക്കിയ ശേഷം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് മൂടി വെച്ചിട്ട് തന്നെ ഒന്ന് റെഡിയാക്കി എടുക്കണം. മൂടി വയ്ക്കുന്ന സമയത്ത് ആ ഒരു ആവിയിലിരുന്നിട്ട് ഇതെല്ലാം ചീസൊക്കെ നന്നായിട്ടൊന്ന് മെൽറ്റായി കിട്ടിക്കോളും. ഇതിലെ ചീസ് എല്ലാം മെൽറ്റായി കിട്ടുന്നതാണ് അതിൻ്റെ ഒരു കറക്റ്റ് പരുവം. ആ ചീസ് എല്ലാം മെൽറ്റായി വന്നാൽ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ആ ഒരു 5 മിനിറ്റ് സമയം കൊണ്ട് തന്നെ ഇതിൽ വെച്ചിട്ടുള്ള ആ ഒരു സവാളയും തക്കാളിയൊക്കെ ഒന്ന് വെന്ത് കിട്ടിക്കോളും. തക്കാളിയൊന്നും അധികം അങ്ങ് വെന്ത് പോവണ്ട, അങ്ങ് അധികം വെന്ത് പോവുകയില്ല. സവാളയും ഒരുപാട് അങ്ങ് വെന്ത് പോവാതെ, പക്ഷേ കഴിക്കുന്ന സമയത്ത് ആ സവാളയുടെ ടേസ്റ്റ് ഒന്നും എടുത്തറിയുകയില്ല. എല്ലാം കൂടി നല്ലൊരു ഫ്ലേവറും ടേസ്റ്റൊക്കെയാണ്. ഇപ്പോൾ നമ്മുടെ പിസ്സ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ചീസ് എല്ലാം നന്നായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ 5 മിനിറ്റ് കൊണ്ട് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന പിസ്സ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാവരും ഇതുപോലെ ഒന്ന് റെഡിയാക്കി നോക്കാൻ മറക്കല്ലേ. കണ്ടില്ലേ, ഇതുപോലെയാണ് നമ്മുടെ പിസ്സ ഇവിടെ കിട്ടുന്നത്, ബ്രെഡ് പിസ്സ. ഇതുപോലെ കട്ട് ചെയ്യുക ഒന്നും വേണ്ട, ഓരോ പീസ് എടുത്ത് 4 പേർക്ക് സുഖമായിട്ട് കഴിക്കാം.
വയറും നിറയും, അതുപോലെ തന്നെ മനസ്സും നിറയും. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്നുണ്ടാക്കി നോക്കാൻ മറക്കല്ലേ. ഇതുപോലെ ചെയ്തെടുത്താൽ കുട്ടികൾക്ക് ലഞ്ച് ബോക്സിൽ കൊടുത്തു വിടാനും പറ്റും. കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമാവും. അധികം സ്പൈസിയും അല്ല, കുട്ടികൾക്കൊക്കെ ഇഷ്ടമാവുന്ന തരത്തിലുള്ളൊരു നല്ല ടേസ്റ്റാണ്. അപ്പോൾ എൻ്റെ പ്രീവിയസ് വീഡിയോസ് കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ എൻ്റെ പ്രീവിയസ് വീഡിയോസും കൂടി എടുത്തൊന്ന് കാണണേ. ഒരുപാട് വെറൈറ്റി ഐറ്റംസൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. ബീഫ് കറി, ചിക്കൻ കറി, അതും പല രീതിയിൽ, പിന്നെ മുട്ടച്ചോറ്, അങ്ങനെ ഒത്തിരി വീഡിയോസ് എല്ലാം ചെയ്തിട്ടുണ്ട്. ഷോപ്പിംഗ് വീഡിയോസ് ഉണ്ട്, വ്ളോഗുണ്ട്. അപ്പോൾ അതൊക്കെ എടുത്ത് കണ്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി നമുക്ക് അടുത്തൊരു പുതിയ വിഭവമായിട്ട് കാണാം. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും ടാറ്റ, ബൈ ബൈ. അയാൻസ് വേൾഡ്.